Hello dears, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ നമ്മൾ വിഷു കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ വെളുപ്പിനെ രാവിലെ തന്നെ നമ്മൾ കണിയൊക്കെ ഒരുക്കി. അപ്പോൾ ഞാനും അമ്മയും കൂടാണ് രാവിലെ കണ്ടത് കേട്ടോ. അച്ഛനും ചേട്ടനെയും പിള്ളേരെയും ഒന്നും നമ്മൾ വിളിച്ച് എണ്ണീപ്പിച്ചില്ല, അവർ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വിഷുവിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് നമ്മുടെ പുതിയ അടുക്കളയുടെ പാലുകാച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഞാനും അമ്മയും മാത്രമായിട്ട് ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ അങ്ങ് ഉദ്ഘാടിച്ചു. അപ്പം എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് കുളിക്കാനൊന്നും അത് അങ്ങോട്ടേക്കേ പോയില്ല. അമ്മയാണ് എല്ലാം ചെയ്തത്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് 2 ദിവസം കൊണ്ടിവിടെ നല്ല മുട്ട മഴയും രാവിലേക്ക് ഒരു തണുപ്പാണ്. അപ്പം കുളിച്ചത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം എൻ്റെ മുഖമൊക്കെ കണ്ടോ, കണ്ണിൻ്റെ താഴെയൊക്കെ ഒരു നീർക്കെട്ട് പോലെയും നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കുളിക്കാനൊക്കെ. അമ്മ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെട്ടം വീണതിന് ശേഷമുള്ള നമ്മുടെ കണിയുടെ ലുക്ക് ഇതാണ് കേട്ടോ. നമ്മളൊരു സൈഡിലായിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളെല്ലാം എടുത്ത് മാറ്റും, അല്ലെങ്കിൽ പിള്ളേരൊന്നും വെച്ചേക്കത്തില്ല. അപ്പോൾ ഒരു 7:30 ആയപ്പോഴത്തേനും ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. അപ്പോഴത്തേനും കാപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാപ്പിയൊക്കെ കുടിച്ചു. പനി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഒരു വലിയ ആക്റ്റീവ് അല്ലാത്തത്. നമ്മുടെ വീട്ടിലെ എന്ത് വിശേഷ ദിവസം ഉണ്ടെങ്കിലും രാവിലെ കഴിക്കാനായിട്ട് ഇഡലിയും സാമ്പാറും ആയിരിക്കും കേട്ടോ. അപ്പം ഇന്നും നമുക്ക് ഇഡലിയും സാമ്പാറുമാണ്. അപ്പോൾ അമ്മ സാമ്പാറിന് ഇവിടെ സാമ്പാർ അവിയൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുന്ന അമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മ അതിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് പൊടിയൊക്കെ ഇടുവാണ്. അപ്പോൾ നമ്മുടെ ഒരു അടുപ്പിൽ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു, ഒരു അടുപ്പിൽ നമ്മുടെ അരിയിട്ടേക്കുവാണ്. അപ്പം നടുക്കത്തെ അടുപ്പിൽ നമ്മൾ തീ കത്തിക്കില്ല. 2 അടുപ്പ് കത്തിക്കുമ്പോൾ നടുക്കിലേക്ക് ചൂട് ചെല്ലുന്നതുകൊണ്ട് നമ്മളവിടെ ഒരു കുഞ്ഞു കലത്തി വെള്ളം വെച്ചിട്ടുണ്ട്. അത് തന്നെ അങ്ങ് തിളച്ചിടും കേട്ടോ. തീ വേണ്ട, ചൂടും കൊണ്ട്. അപ്പോൾ ഞാൻ കുക്കിങ്ങിലേക്ക് കടക്കുവാണ്. അപ്പം നമ്മൾ ഇന്ന് സാമ്പാറിൻ്റെ കൂട്ടത്തിൽ വെള്ള തേങ്ങ ചമ്മന്തി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സാമ്പാർ ഉള്ളത് കൊണ്ട് ഒരുപാട് വേണ്ടി വരില്ല. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഞാനൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റുവാണ്. അപ്പോൾ ഇനി നമ്മളിത് കൈയോടെ നമ്മുടെ ഡൈനിങ് ഹാളിൽ അവിടെ ആ ടേബിളിൽ കൊണ്ടുവെക്കും കേട്ടോ. ഈ നമ്മുടെ പുതിയ അടുക്കള എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. മറ്റൊരു ഷീറ്റാണ്, വേറെ എനിക്കെന്നെ പേരറിയില്ല. അപ്പം നല്ല വെയിലാകുമ്പം പിന്നെ ഭയങ്കര ചൂടാണ്. ഫുഡ് നമ്മൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായിപ്പോൾ. അതുകൊണ്ട് നമ്മളത് അകത്തേക്ക് മാറ്റും. ഉണ്ടാക്കി വെക്കുന്ന ഫുഡ് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ. അപ്പം ഇഡലിയൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ തട്ടേന്ന് എടുത്തു നമ്മുടെ കാസറോളിലാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചു. അപ്പോൾ രാവിലത്തേക്കിനുള്ള ഫുഡ് ചായ കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ ഉച്ചക്കത്തേക്കിനുള്ള അരി തിളയ്ക്കുന്നു, സാമ്പാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചക്കത്തേക്കിനുള്ള ബാക്കി കറികളൊക്കെ റെഡിയാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മെയിൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പരിപ്പ് കറിയാണ് കേട്ടോ. പരിപ്പ് ഇവിടെ ചേട്ടനും ആരും മൂത്ത ആളും നമ്മുടെ മോനും ഒന്നും കഴിക്കത്തില്ല കേട്ടോ. ഞാനും ഇളയാളും അമ്മയെ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ ഇഡലി സാമ്പാറിൻ്റെ കൂട്ടത്തിൽ 2 ഏത്തപ്പഴം കൂടെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കത്തില്ല കേട്ടോ. ഇച്ചാപ്പിയും കഴിക്കത്തില്ല. ബാക്കിയുള്ളവരൊക്കെ കഴിച്ചോളും. അപ്പോൾ അവർ കയറി ഇറങ്ങി അത് പറക്കുകയും കഴിച്ചോളും. അപ്പോൾ ഇനി ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അമ്മയ്ക്ക് ഓരോ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അമ്മയാണ് എല്ലാം മേൽനോട്ടത്തിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യും. കാരണം ഈ പിള്ളേരും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പാടാണ്. അപ്പം അമ്മയാണ് എല്ലാം മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവരെ സെറ്റാക്കും, ഇവരെ നോക്കും. കൂട്ടത്തിൽ അമ്മ പറയുന്ന കാര്യങ്ങളൂടൊക്കെ ചെയ്തു കൊടുക്കും. അപ്പം നമ്മളിന്ന് മറ്റേ പുളിശ്ശേരിയാണോ പച്ചടിയോ കിച്ചടി അങ്ങനെ എന്തോ സംഭവം ഉണ്ടല്ലോ, മാങ്ങ ഇട്ട് തൈര് ഒഴിച്ചൊരു സംഭവം, അതുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അപ്പം ഞങ്ങൾ ഏതാണ്ട് തപ്പി നടക്കും കേട്ടോ ഞാനും അമ്മ. നമ്മൾ പുതിയ അടുക്കളയിലേക്ക് സാധനങ്ങൾ മാറ്റി. അപ്പം നമുക്ക് ബെർത്തില്ല, കുറേ സാധനങ്ങളൊക്കെ അടുക്കി വെക്കാനുള്ള സൗകര്യം കുറച്ച് കുറവുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എവിടെയാണെന്നൊരു പിടുത്തവും ഇല്ല കേട്ടോ. സ്ഥലം മാറിയത് കൊണ്ട് ഞങ്ങൾ തപ്പി നടക്കുവാണ്. അപ്പോൾ ഇനി കുറച്ച് കിച്ചണിലെ ഐറ്റംസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന മറ്റേ ഇങ്ങനെ കിച്ചൺ റാക്ക്, ഓർഗനൈസർ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പൈസയുടെ പരുവം പോലെ ഓരോന്ന് സെറ്റ് ചെയ്ത് മേടിച്ചിട്ട് എല്ലാം നമുക്ക് അടുക്കി പറക്കി എല്ലാം ഭംഗിയായിട്ട് വെക്കണം. അതുവരെ ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ അച്ചം പുച്ചം സവാള അരിയാണ്. നമ്മുടെ സിദ്ധാർത്ഥ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്പാടി അതുവഴിയൊക്കെ നടപ്പുണ്ട് കേട്ടോ. വിഷുവിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വിഷു കഴിഞ്ഞിട്ടും കിട്ടിയോ? എനിക്ക് മക്കൾക്കും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു 500 കവിഞ്ഞ് വിഷു കഴിഞ്ഞിട്ടും കിട്ടി കേട്ടോ. വിഷു ആകുമ്പോഴേ അതിൻ്റെ സ്പെഷ്യാലിറ്റി വിഷു കഴിഞ്ഞിട്ടാണല്ലോ. ചേട്ടനാണെങ്കിൽ ഉറങ്ങിക്കിടക്കുക. ഞാൻ തോണ്ടി വിഷു കഴിഞ്ഞിട്ട് എന്താ ചോദിച്ച് മേടിച്ച് ഞാൻ തന്നെ പേസ് എടുത്ത് കൊണ്ട് കൊടുത്തിട്ട് പുള്ളീനെ കൊണ്ട് എടുപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് ചോദിച്ച് മേടിച്ചു കേട്ടോ.
ഇനി എനിക്ക് ജോലി കിട്ടിയിട്ട് വേണം എല്ലാവർക്കും ഇനി അങ്ങോട്ട് വിശിട്ട് എന്നിട്ടും കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേണ്ട അമ്മ ശകലം മഞ്ഞപ്പൊടി ഇട്ട് നമ്മുടെ പഴുത്ത മാങ്ങയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വേകാനായിട്ട് വെച്ചു. അതൊക്കെ സെറ്റാക്കി നമ്മുടെ പച്ചടി സംഭവം റെഡിയാവും. അപ്പോൾ ഞാൻ തോരന് വേണ്ടിയിട്ടാണ് തോന്നുന്നത് കേട്ടോ മുമ്പേ സവാള അരിഞ്ഞത്. ഇപ്പം നോക്കുമ്പോൾ മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ ക്യാബേജും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് ശകലം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്തുള്ളൂ. ചേട്ടന് ഫേവറേറ്റ് ആണ് ക്യാബേജ്. പക്ഷേ ഈയിടെയായിട്ട് പുള്ളിക്ക് മഞ്ഞൾപ്പൊടി കണ്ണിന് കണ്ടുകൂടാ കേട്ടോ. എന്നെ അമ്മയും ഭയങ്കരമായിട്ട് വഴക്ക് പറയും മഞ്ഞൾപ്പൊടിയോന്നും പറഞ്ഞു. അതുകൊണ്ട് വളരെ കുറച്ച് പേരിന് മാത്രം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഇന്ന് നമ്മൾ തോരൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നല്ല തിക്കനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിക്കനെയുള്ള സാമ്പാറായിട്ടുണ്ട്. ദേ നമ്മുടെ പച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ അധികം കഴിക്കാറില്ല, പുളിയുള്ള കറികൾ. പക്ഷേ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. ഈ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വഴക്കുണ്ടാക്കാതെ ഇവിടെ പൊരിഞ്ഞടിയാണ് കേട്ടോ. ഇവന്മാർ സ്കൂൾ അടച്ച പിന്നെ ചേട്ടനും കൂടെ പൊരിഞ്ഞടിയാണ്. നമുക്ക് റഫറി കളിക്കാനേ ഇവിടെ നേരെ ഉള്ളൂ. മറ്റേ നമ്മുടെ എന്താണ് റസലിങ്ങിൻ്റെ ഇടയിലെ റഫറി. അപ്പം രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയും ചെയ്യണം, ഇടിയും മേടിക്കണം, അങ്ങനെയാണ്. അപ്പോൾ ഇതുണ്ട് നമ്മുടെ കറികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ചാച്ചൻ അപ്പോൾ ഇതൊക്കെ എണീറ്റ് വന്ന് പല്ല് തേക്കുവാണ്. പുള്ളിക്കും വയ്യ കേട്ടോ. ഈ പനി വന്നിട്ട് അങ്ങോട്ട് വിട്ട് മാറുന്നേ ഇല്ല. നമ്മൾ രാവിലെ മൺകലത്തിൽ തിളപ്പിച്ച പാൽ ഞാൻ ചായക്കായിട്ട് എടുത്തില്ല കേട്ടോ. അല്ലാതെ വേറെ പാലാണ് എടുത്തത്. അത് നമുക്ക് പായസം വെക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ചായയൊക്കെ ഇട്ടു, അത്യാവശ്യം കടുപ്പവും മധുരമൊക്കെ ഇട്ടു. അപ്പോൾ ഇച്ചാപ്പി രാവിലെ പറഞ്ഞു അമ്മച്ചി, രാവിലെ ഞാൻ ഫുഡിൻ്റെ കൂടെ അവന് ചായ കൊടുത്തില്ല, തേയിലവെള്ളമായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു അവന് ചായ വേണമെന്ന് പറഞ്ഞു. അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നൊഴിക്കുമ്പം പതഞ്ഞു പൊങ്ങും. അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ട്, നല്ല ഭംഗിയാന്നൊക്കെ പറഞ്ഞ് എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് എടുത്തു 4 ഇഡലിയും ഇച്ചിരി സാമ്പാറും ഇച്ചിരി ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാനെടുത്തു. നമ്മളങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ശീലമേ ഇല്ല കേട്ടോ. ശീലം എന്ന് വെച്ചാൽ പറ്റാറില്ല സാഹചര്യം കൊണ്ട്. രാവിലെ ഉച്ചയ്ക്ക് നടക്കത്തേ ഇല്ല. പിന്നെ വൈകിട്ടാണെങ്കിൽ അച്ചാച്ചന് ഡ്യൂട്ടി ഇല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം ജോലികളൊക്കെ അടുക്കളയിലൊക്കെ ഒതുക്കി കഴിഞ്ഞ് നമ്മൾ ഓരോന്നായിട്ട് വൃത്തിയാക്കി അടുക്കിപ്പറക്കി കഴുകിയെല്ലാം ഓരോ മൂലയ്ക്ക് ആക്കുവാണ്. നമ്മുടെ ഈ അടുക്കളയൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് പൈസയുടെ കുറച്ച് ഇത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാതിരിക്കുമായിരുന്നു. ഏതായാലും നമ്മൾ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി നമ്മുടെ അടുക്കള നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാക്കി നമ്മളൊരു ചായപ്പായിരുന്നു ഇതിന് പകരം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒരു കുറച്ചെങ്കിലും നല്ല ഒരു അടുക്കള വേണമെന്നുള്ളത്. അപ്പം ഏതായാലും പുള്ളിക്കാരൻ കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയൊക്കെ ആക്കി എടുത്തു. അപ്പം അത് നമ്മൾ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അടിപൊളിയായിട്ടൊക്കെ സെറ്റാക്കി ഞാനും അമ്മയും കൂടെ, ഞാനെന്ന് പറയാൻ പറ്റത്തില്ല, ഞാനും അമ്മയും അങ്ങനെയാണ്, അമ്മയാണ് കൂടുതലും. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഊറ്റിയെല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ കറികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ കിളിവരണ്ട എന്ന് പറഞ്ഞൊരു ചുമല മീനുണ്ട്, അത് നമ്മൾ തേങ്ങ ഇട്ട് പറ്റിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ദേ നമ്മുടെ ക്യാബേജ് തോരൻ ഒരു കുഞ്ഞു പാത്രത്തിലേക്കാക്കി. നമ്മുടെ മാങ്ങ പച്ചടിയും അതേപടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ സാമ്പാർ ഇച്ചിരി ഏറെ ഉണ്ടായിരുന്നുകൊണ്ട് 2 പാത്രത്തിലാക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഒന്നെടുത്ത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ തണുത്ത് കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. നമ്മുടെ പയറുകറിയൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അതേണ്ട് നമ്മുടെ പിള്ളേർ സെറ്റ് ഇരുന്ന് നമ്മുടെ മുന്തിരിങ്ങ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിഷുവിന് കണി വെക്കാനായിട്ട് നമ്മൾ പച്ച മുന്തിരിങ്ങയും ചുമല മുന്തിരിങ്ങയും ആപ്പിളും ഓറഞ്ചും ഒക്കെ ഇച്ചിരി വെച്ചിട്ട് കണിക്കായിട്ട് സെറ്റ് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഇച്ചിരി വെച്ചെല്ലാം നമ്മൾ ഇന്നലെ വൈകിട്ട് പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പ്രാവശ്യത്തെ വിഷുവിനാണ് കണിക്കൊന്ന പൂ കിട്ടാനേ ഉണ്ടായിരുന്നില്ല. മേടിക്കാൻ നോക്കിയിട്ട് പോലും മാവേലിക്കരയിൽ എങ്ങും കിട്ടിയില്ല. പറിക്കാനായിട്ട് ചേട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് രാത്രിക്ക് പോയി മരത്തെ കയറാൻ മഴയൊക്കെ പിടിച്ച് നനഞ്ഞൊക്കെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ അതിനും പുള്ളിയെ പ്രോത്സാഹിപ്പിച്ചില്ല. അപ്പോൾ നമ്മൾ കയറി ഇറങ്ങി ഇനി ഓരോ ഫുഡ് കഴിപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ പഴവും അതും ഇതൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ സേമിയയുടെ മിക്സാണ് മേടിക്കുന്നത് കേട്ടോ. ഞാനാണ് ഇന്ന് പായസം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചു. അമ്മയാണെങ്കിൽ സെപ്പറേറ്റ് സേമിയ, പാല്, മറ്റേ സംഭവങ്ങളൊക്കെ മേടിക്കും. നമ്മൾ ഈ കുക്കിംഗ് പരിപാടിയിൽ വലിയ വൈദഗ്ധ്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ തട്ടിക്കൂട്ട് പരിപാടികൾ എളുപ്പപ്പണികളൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ മിക്സ് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഭയങ്കര മധുരം കേട്ടോ ഈ മിക്സിന്. അതിലൊരുപാട് പഞ്ചസാരയുണ്ട്. അപ്പോൾ ഞാൻ കുറേയൊക്കെ അതിലേക്ക് ഇടുകയൊക്കെയുണ്ട്, തിരിച്ചിടുകയാണ് പഞ്ചസാരയൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ചേട്ടന് മധുരം കൊടുക്കാത്തത് കൊണ്ട് ഇത്രയും മധുരം പുള്ളിക്കാരന് കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ തിരിച്ചിടും. നമുക്ക് പായസം ഉണ്ടാക്കാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ് പറഞ്ഞു അമ്മച്ചി വിഷു അല്ലേ പായസം വേണം, അതും സേമിയ പായസം വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിത് മേടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പായസം ഒന്നും ഉണ്ടാക്കാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പായസത്തിനുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്.
അപ്പോൾ എന്താണ് നമ്മൾ കുറച്ച് പാലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, നമ്മൾ രാവിലെ തിളപ്പിച്ചത്. അപ്പോൾ ഞാനത് അരിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര പാൽപ്പാടയൊക്കെ ഇത് വെന്ത് നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നതല്ലേ, അപ്പോൾ പാടയൊക്കെ ചൂടിയിരിക്കും. അപ്പോൾ ഞാനത് അരിച്ചെടുക്കുവാണ്. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് പാലല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളത്തിൽ സേമിയ വെന്തിട്ട് പിന്നെ പാൽ ചേർക്കുക. അപ്പം ആ ഒരു ക്വാണ്ടിറ്റിയും കറക്റ്റായിട്ട് കിട്ടും, അധികം പാലിൻ്റെ ആവശ്യവും വരത്തില്ല. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. നമ്മുടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമ്മൾ പല രീതികളും ഉപയോഗിക്കുമല്ലോ. അപ്പം ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മുടെ സേമിയ ഞാൻ വേവാനായിട്ട് വെച്ചു. അതൊന്ന് പകുതി സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പാൽ ഒഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കലം കഴുകുന്ന വലിയൊരു ടാസ്ക്കാണ്. പുതിയ കലത്തിൽ ആദ്യമായിട്ട് പാൽ തിളപ്പിച്ചാണ്, അപ്പോൾ മൊത്തം പറ്റി പിടിച്ചിരിക്കും, കുറച്ച് പാടാണ് അത് കഴുകാൻ. അങ്ങനെ നമ്മുടെ പായസം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എനിക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പപ്പടം കാച്ചുക എന്നുള്ളതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പപ്പടം കാച്ചി എടുക്കാം. അപ്പോൾ അവന്മാർ കാണുന്നതിന് മുന്നേ തന്നെ നമ്മൾ പപ്പടം കാച്ചി എടുക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല, വിഷയമാണ് അവന്മാർ പപ്പടം കാച്ചുന്നിടത്ത് വന്നിട്ട്. അപ്പോൾ ഞാൻ പപ്പടം കുത്തിയും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പായസം. അപ്പം പപ്പടം എടുത്ത് ഇട്ടപ്പം അബദ്ധവശാൽ 2 പപ്പടം വീണ് കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയാണ് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് രണ്ടും കരിയാതെ ഒരു വിധത്തിൽ എടുക്കാനുള്ള ശ്രമമാണ്. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ കരിയാതെ തന്നെ അത് കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ പപ്പടം ഏറെക്കുറെയൊക്കെ കാച്ചി അങ്ങനത്തെ നമ്മുടെ പായസം ഒരു അധികം കട്ടിയുമായില്ല എന്നാൽ അധികം ലൂസും അല്ല എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ പാലിന് ശകലം ഒരു ഇതായിട്ട് ഒരു ചെറിയ കുത്തു പോലെ കാണാം. അത് നമ്മൾ ഈ അടുപ്പേ വെച്ച് കുറേ നേരം ഇരുന്ന് വെന്ത് തിളച്ച് വന്നില്ലേ, അതുകൊണ്ടായിരിക്കാം കേട്ടോ. ഞാൻ അരിച്ചുമാണ് എടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കിയല്ലോ, നമ്മൾ മിക്സ് കിട്ടി അത് തിളപ്പിച്ച് വെന്തെടുക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് അതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല. അങ്ങനെ പായസം ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് എടുത്തു. നമ്മൾ വാഴയിലയിലല്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ വാഴയില എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. ഇവന്മാരെൻ്റെ പുറകിന് എൻ്റെ തുണിയെ പിടിച്ചിങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക, വഴക്കുമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇല എടുക്കാൻ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞത് പായസമൊക്കെ കുടിച്ചു. അങ്ങനെ വൈകുന്നേരമായി. നമ്മൾ രാവിലെ തന്നെ തുണിയൊക്കെ മുക്കി വെച്ചിട്ടുണ്ട്. തുണിയൊക്കെ അലക്കി ഉണങ്ങി എടുത്തൊക്കെ വെച്ചു. ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇന്നൊരു മഴക്കാറുണ്ട്, മഴ പെയ്യുമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ അരകല്ലൊക്കെ അവിടെ ടൈലിടുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ നമുക്കിടാൻ പറ്റിയില്ല. അപ്പം അരകല്ലൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്ക് പറയുണ്ട്. അപ്പോൾ അതിന് അമ്മ വാഴയില ഇവിടുന്നോ കൊണ്ടുപോയി എടുത്ത് കൊണ്ടുവന്ന് വെച്ചേക്കുവാണ്. അപ്പം അപ്പുറത്ത് നമ്മുടെ കുരിയാലയിൽ അവിടെ നമ്മുടെ കുഞ്ഞമ്മയാണ് അവിടെ എല്ലാം തൂത്ത് വാരി വൃത്തിയാക്കി തീയൊക്കെ ഇട്ടു. അപ്പോൾ ഇനി ശാന്തമായിട്ടൊരു അന്തരീക്ഷമാണ്. അപ്പോൾ വൈകിട്ട് നല്ല മഴ പെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ നമ്മുടെ കറ്റാർവാഴയുടെ 2 പാത്രം എടുത്ത് ഇവിടെ വെച്ചു. കാരണം അതിലാണ് നമ്മുടെ മുളകിൻ്റെ തൈ കുഞ്ഞത് കിളിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ മഴയാണെങ്കിൽ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഈ സൈഡിലെടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പരിപാടിയായിരുന്നു നമ്മുടെ റൂം ഒന്ന് ചേഞ്ച് ചെയ്യാന്നുള്ളത്. കുറേ വർഷങ്ങൾ കൊണ്ട് ഒരേ സെറ്റപ്പായിരുന്നു മുറിയിൽ. അപ്പോൾ ഞാൻ നമ്മുടെ അലമാരി എനിക്ക് പോക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരുന്നു. കട്ടിൽ നമ്മൾ തടിജനലിൻ്റെ ആ സൈഡിലേക്ക് നീക്കിയിട്ടു. പക്ഷേ പഴയ രീതിയിൽ കിടക്കുന്നതാണ് നമുക്ക് എന്തുകൊണ്ടും നല്ലത്. ഇഷ്ടംപോലെ സ്ഥലവും ഇവർക്ക് അച്ഛനും മക്കൾക്കൊക്കെ പാവരിച്ച് നല്ല സുഖമായിട്ട് കിടക്കാൻ പറ്റും. ഇങ്ങനെ വരുമ്പോൾ സ്പേസ് കുറേ. പക്ഷെ എന്നാലും നമുക്കൊരു ആർക്കാ ഒരു മാറ്റം താല്പര്യപ്പെടാത്തത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. മേശയും നമ്മൾ ആ പുതപ്പും ഷീറ്റും നമ്മുടെ മെത്തയൊക്കെ മടക്കി വെക്കുന്നതൊക്കെ അങ്ങനെ നേരെ വെച്ചു. പിന്നെ പിള്ളേരുടെ വീട്ടിൽ ഇരുന്ന ഡ്രസ്സ് ഞാൻ ആ ഒരു പാത്രത്തിലാക്കി അവിടെ വെച്ചു. പിന്നെ ആ സ്റ്റൂള് പോലത്തെ സംഭവം അതിനടി കയറ്റി വെച്ചു. അങ്ങനെ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പുള്ളി പറഞ്ഞു നമുക്ക് സൗകര്യമില്ല, പഴയത് തന്നെ മതി. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും ഞാൻ കഷ്ടപ്പെട്ട് വലിച്ചു നീക്കി വെച്ചതല്ലയോ, ഒരാഴ്ച അവിടെ ഇരിക്കട്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷുവിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ.